عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ومن آياته أن خلق لكم ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين. പ്രിയമുള്ള വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിൻ്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയ ലോകത്തോട് വിട പറയുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തു റൂമിലെ 22-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹവുമായി, അത് തന്നെ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമായി പരിചയപ്പെടുത്തിയ ഒരു സംഗതിയാണ് മനുഷ്യന് ആശയവിനിമയം നടത്തുവാനുള്ള കഴിവ് നൽകപ്പെട്ടു എന്നുള്ളത്. സൂറത്തു റഹ്മാനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖലഖൽ ഇൻസാന, നാം മനുഷ്യനെ സൃഷ്ടിച്ചു, അല്ലമഹുൽ ബയാൻ, മനുഷ്യന് ആശയവിനിമയം നടത്തുവാനുള്ള കഴിവ് നാം നൽകി എന്നാണ്. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിനെ ഉടനെ എടുത്തു പറഞ്ഞത് സംസാരിക്കാൻ, ആശയങ്ങൾ വിനിമയം ചെയ്യാൻ ഉള്ള കഴിവ് നൽകി എന്നുള്ളതാണ്. അപ്പൊ ഇതര സൃഷ്ടികളിൽ നിന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായി അള്ളാഹു എടുത്തു പറയുന്നത് മനുഷ്യന് ആശയങ്ങൾ പരസ്പരം കൈമാറുവാനുള്ള കഴിവ് നൽകി എന്നുള്ളതാണ്. അതാണ് ഒരു അനുഗ്രഹമായി എടുത്തു പറഞ്ഞത്. സൂറത്തു റൂമിൽ അത് തന്നെ അള്ളാഹു വലിയ ദൃഷ്ടാന്തമാണെന്നും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനുള്ള ദൃഷ്ടാന്തമായി പരിചയപ്പെടുത്തിയത് മനുഷ്യർ തമ്മിലുള്ള ഭാഷ വൈവിധ്യങ്ങൾ, അത് വലിയ ദൃഷ്ടാന്തമാണെന്നാണ്. ഒമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. വഖ്തിലാഫു അൽസിനത്തിക്കും വ അൽവാനിക്കും, ഭാഷകൾ തമ്മിലുള്ള വൈവിധ്യങ്ങളും
നിറങ്ങൾ തമ്മിലുള്ള വൈവിധ്യങ്ങളും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലമീൻ, അറിയുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്കൊക്കെ അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. അപ്പൊ ഇതിൽ അള്ളാഹു എടുത്തു പറഞ്ഞത് ഭാഷാ വൈവിധ്യം അതൊരു വലിയ ദൃഷ്ടാന്തമാണെന്ന്. എന്തിനാ ദൃഷ്ടാന്തമായി പരിചയപ്പെടുത്തിയ? ഭാഷകളെ കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും മനുഷ്യൻ തിരിഞ്ഞാൽ അത് വലിയ അത്ഭുതമാണെന്നും അത് മനുഷ്യൻ നൽകപ്പെട്ട വലിയ അനുഗ്രഹമാണെന്നും അള്ളാഹുവിന്റെ അസ്തിത്വത്തിനുള്ള വലിയ ദൃഷ്ടാന്തമാണെന്നും ഖുർആൻ പരിചയപ്പെടുത്തിയത് ഭാഷ വൈവിധ്യമാണ്. നമുക്കറിയാം, ഭാഷ എന്നുള്ളത് ഒരു സംസ്കാരത്തിന്റെ അഭാവവും കൂടിയാന്നുള്ളതാണ്. ഇപ്പൊ ചില ഭാഷകളൊക്കെ എടുത്തു നോക്കിയാൽ എത്ര ഭംഗിയായിട്ടാണെന്ന് പറയാം. ഇപ്പൊ ഈ ഉറുദു, ഹിന്ദി ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കും, ഉറുദു ഭാഷയിലാണ് ഏറ്റവും നല്ല രൂപത്തിൽ ഈ സംസ്കാരങ്ങൾ പഠിപ്പിക്കുവാനും ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഹിന്ദിയിലൊക്കെ തു എന്ന് പ്രയോഗിക്കുന്നതിന് പകരം ഉറുദുവിലൊക്കെ ആ താങ്കൾ എന്ന പ്രയോഗമാണ്. അപ്പൊ ഭാഷ എന്നുള്ളത് ഒരു സംസ്കാരമാണ്. ആ ഭാഷ പ്രയോഗിക്കുന്നവർക്കും ആ ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെയും അതിൻ്റെതായ ഒരു സാംസ്കാരികമായ ഒരു ഗുണം ഉണ്ടാകുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, ഒരു മുസ്ലിമിനെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആത്മീയമായി ഒരു ബന്ധമുള്ള ഭാഷ എന്ന് പറഞ്ഞാൽ അത് അറബി ഭാഷയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഅല്ലമുൽ അറബിയ, നിങ്ങൾ അറബി ഭാഷ പഠിക്കണം. ഫഇന്നഹാ മിനദ്ദീൻ, അറബി ഭാഷ എന്നുള്ളത് അത് ദീനിൽ പെട്ടതാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദീൻ മനസ്സിലാക്കണമെങ്കിൽ അത് അറബി ഭാഷ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇസ്ലാം ദീനിന്റെ പ്രത്യേകത അത് അറബ് നാട്ടിൽ നിന്നാണ് ഇസ്ലാം ദീൻ നമ്മിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും അറബി ഭാഷയിലാണ് എന്നതുകൊണ്ട് ഒരു മുസ്ലിം ദീൻ ശരിയായ രൂപത്തിൽ അത് മനസ്സിലാക്കണമെങ്കിൽ അറബി ഭാഷ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അറബി ഭാഷയുടെ വ്യാപ്തിയും അതിന്റെ ആഴത്തിലും പഠിക്കണം എന്ന അർത്ഥത്തിലല്ല. അറബി അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവര് ദീനീ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കൈകാര്യം ചെയ്യുവാനും വലിയ പ്രയാസമാകുമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങളും ആരാധന കർമ്മങ്ങളുണ്ടല്ലോ, ആ നിസ്കാരം, ഫർദ് നിസ്കാരങ്ങളൊക്കെ അറബി അല്ലാത്ത ഏതെങ്കിലും പദങ്ങളോ അത് പ്രയോഗിച്ച നിസ്കാരം മാത്രമാണ്. എന്താ കാരണം? അത് അറബിയിൽ തന്നെ നിർവഹിക്കേണ്ടത് അറബിയിൽ തന്നെ നിർവഹിച്ച് പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാം, നമ്മുടെ ഒരു ആത്മീയമായ ഒരു ബന്ധം ഉള്ളത് അറബി ഭാഷയോടാണ്. നമ്മുടെ മതപരമായ ഭാഷ എന്ന് പറഞ്ഞാലും അത് അറബി ഭാഷയാണ്. അതുകൊണ്ടാണ് അറബി ഭാഷയെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും സമയം കണ്ടെത്തുകയും അതുമായുള്ള ഒരു ആത്മീയ ബന്ധം വച്ചു പുലർത്തണം എന്നുള്ളത് അതിന്റെ ആളുകൾ നമ്മെ പഠിപ്പിച്ചത്. ഞാനിത് പറയാൻ കാരണം, ഇന്നലെ ഡിസംബർ 18. ഡിസംബർ 18 ഒരു പ്രത്യേകതയുണ്ട്, അന്താരാഷ്ട്ര അറബിക് ഡേ ആണ് ഡിസംബർ 18. അങ്ങനെ പ്രഖ്യാപിക്കാൻ കാരണം 1973 UN അറബി ഭാഷയെ യുഎന്റെ ഒഫീഷ്യൽ ലാംഗ്വേജിന്റെ കൂട്ടത്തിൽ 6 ഭാഷകൾ 6ാമത്തെ ഔദ്യോഗിക ഭാഷയായിട്ട് 1973 UN തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിന്റെ 6 ഭാഷകൾ ഒരു ഭാഷ, ഔദ്യോഗികമായ ഭാഷ, അത് അറബി ഭാഷയാണ്. അതിനൊരു കാരണം പറയുന്നത് അറബി ഭാഷയെ ബ്രിഡ്ജ് ഓഫ് സിവിലൈസേഷൻ എന്നാണ്, സംസ്കാരങ്ങളുടെ പാലം എന്നാണ് UN അറബി ഭാഷയെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അതിന്റെ ഔദ്യോഗിക ഭാഷയിലേക്ക് അറബിയെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. 2012 ലോകാടിസ്ഥാനത്തിൽ അറബി ഭാഷാ ദിനം ആചരിക്കണമെന്ന് UN തീരുമാനിക്കുകയും അങ്ങനെ ഡിസംബർ 18 അന്താരാഷ്ട്ര അറബിക് ഡേ ആയി പ്രഖ്യാപിച്ചിട്ട് ലോകത്തുള്ള എല്ലാ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളൊക്കെയും ഈ അറബി ഭാഷാ ദിനം വളരെ ഭംഗിയായി ആഘോഷിക്കുന്നുണ്ട്. 22 രാഷ്ട്രങ്ങളിലേറെ രാഷ്ട്രങ്ങളിൽ അറബി ഭാഷയാണ് ഔദ്യോഗിക ഭാഷ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇന്ന് അറബി ഭാഷയുടെ സാധ്യതയും അത് പഠിച്ചാലുള്ള നേട്ടവും ഒക്കെ അത് പഠിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. എത്രയോ സാധ്യതകൾ ഉണ്ടെന്ന് അറബി ഭാഷ പഠിച്ചാലുള്ള. നമുക്ക് അറബി ഭാഷയുമായിട്ടുള്ള, ഇന്ത്യ രാജ്യവുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന് മുമ്പ്, നമ്മൾ ജാഹിലിയ കാലഘട്ടം എന്ന് പറയുമല്ലോ, ഈ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ഇന്ത്യയുമായൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ജാഹിലിയ കാലഘട്ടത്തിൽ അതിപ്രശസ്തമായ കവിതകളുണ്ട്. അതിനെ സബഉൽ മുഅല്ലഖാത്ത് എന്നാണ് പറയാ, നിമിഷ കവികൾ. ഇംറുൽ ഖൈസിനെ പോലെയുള്ള
അറബ് സാഹിത്യത്തിലെ കുലപതികളായ ആളുകൾ അവരൊക്കെ നിമിഷങ്ങൾ കൊണ്ട് അറബ് സാഹിത്യങ്ങൾ എഴുതും. ആ അറബ് സാഹിത്യങ്ങളാണ് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ PhD എടുക്കുന്ന കുട്ടികൾ 2, 3, 4 ഡിക്ഷണറി വെച്ചിട്ടാണ് അതിന്റെ അർത്ഥം കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചേക്കാം എത്ര അതുണ്ട്. ഒരു ഉദാഹരണം, സുഹൈർ ഇബ്നു അബി സൽമ എന്ന് പറയുന്ന കവിയുണ്ട്. സുഹൈർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ സുഹൈർ എന്നതിന്റെ അവസാനത്തെ അക്ഷരം റായാണ്. അദ്ദേഹത്തിന്റെ കവിത എടുത്തു നോക്കിയാൽ ആ കവിതയിലെ ഒട്ടുമിക്ക വരികളും അവസാനിക്കുന്നത് റാ എന്ന അക്ഷരത്തിലാണ്. ഇത് 2-3 ദിവസങ്ങളോ മാസങ്ങളോളം ഇരുന്ന് രചിച്ചതല്ല. സന്ദർഭത്തിനനുസരിച്ച് നിമിഷങ്ങൾ കൊണ്ട് പാടി ഉണ്ടാക്കുന്ന കവികൾ. അത്രയും അറബ് സാഹിത്യത്തിൽ കഴിവുള്ളവരായിരുന്നു അന്നത്തെ ആളുകൾ. അതില് ഇംറുൽ ഖൈസ് എന്ന് പറഞ്ഞ ഒരു കവി, അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്ന ഒരു വാചകം, ഈ നടന്നു പോകുന്ന വഴിയിൽ ഒട്ടകത്തിന്റെ കാഷ്ടങ്ങളൊക്കെ കണ്ടു കന്ന ഹബ്ബുൽ ഫുൽഫുൽ, ഇത് ഫുൽഫുൽ പോലെ ഉണ്ടല്ലോ, ഫുൽഫുലിന്റെ ധാന്യങ്ങൾ പോലെയുണ്ട് എന്ന. ഫുൽഫുൽ എന്ന് പറഞ്ഞാൽ കുരുമുളകിനാണ് അറബിയിൽ ഫുൽഫുൽ എന്ന് പറയാം. നിങ്ങൾ ആലോചിച്ച് അന്ന് ജാഹിലിയ കാലഘട്ടത്തില് കുരുമുളക് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പോലും അവരറിഞ്ഞത് എങ്ങനെയാണ്? അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടല്ല. ഇബ്നു ബത്തൂത്തയുടെ ചരിത്രം വായിക്കുമ്പോൾ രസകരമായ ഒരു സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് വന്നപ്പോൾ അദ്ദേഹം അത്ഭുതകരമായ ഒരു മരം കണ്ടു. ആ മരത്തിന്റെ പ്രത്യേകത, ആ മരത്തിന് വലിയ ഫലമുള്ള ഒരു മരം. അതേ മരത്തിൽ തന്നെ ചുവപ്പും മഞ്ഞയും പച്ചയും ഉള്ള വേറെ ചെറിയ പഴങ്ങളുമുള്ള ഒരു മരത്തിൽ 2 തരത്തിലുള്ള പഴങ്ങൾ കണ്ട ഒരു അത്ഭുതം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും അങ്ങനെ ഒരു മരമൊന്നും നമ്മുടെ രാജ്യത്തിലില്ലോ. അത് പ്ലാവിലെ കുരുമുളക് കയറി കിടന്നതാണെന്നാ. അതാണ് അദ്ദേഹം അത് അങ്ങനെ വിശദീകരിച്ചത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഇന്ത്യ രാജ്യവുമായുള്ള ഒരു ബന്ധം മുമ്പേ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കവിത എഴുതിയ ആളുകൾ നബിയെ കുറിച്ച് പറഞ്ഞത് നബി കഅന്നഹു സൈഫുൻ മുഹന്നദുൻ, ഇന്ത്യൻ നിർമ്മിത വാള് പോലെ പ്രകാശിക്കുന്നു. ഇന്ത്യൻ നിർമ്മിത, മുഹന്നദ് പറഞ്ഞ ഇന്ത്യൻ നിർമ്മിത വാളെന്നാ. നോക്ക, അപ്പൊ അന്നൊക്കെ ഇന്ത്യയുമായുള്ള ഒരു ബന്ധം അന്ന് ഈ അറബ് രാജ്യങ്ങൾക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില പ്രയോഗങ്ങൾ ചരിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇന്ത്യയിൽ അങ്ങനെ ബന്ധമുണ്ട്. നിങ്ങളാലോചിച്ച് ഇന്ത്യ രാജ്യത്ത് ലോകാടിസ്ഥാനത്തില് ഫൈസൽ അവാർഡ് എന്ന് പറഞ്ഞ അവാർഡുണ്ട്. അത് ഇസ്ലാമിക സേവനത്തിനും അറബി ഭാഷയ്ക്കുള്ള സംഭാവനകൾ കണക്കിലെടുത്തിട്ട് ലോകത്തുള്ള മുസ്ലിം പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് സൗദി അറേബ്യ കേന്ദ്രീകരിച്ചു കൊടുത്തത്. അത് 1979 രണ്ടാമത്തെ അവാർഡ് കിട്ടിയത് ഇന്ത്യൻ പണ്ഡിതനായ അബുൽ ഹസൻ അലി നദ്വിക്കായിരുന്നു എന്നുള്ളതാണ്. അതിനൊരു കാരണമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട് മാദാ ഖസിറൽ ആലം ബി ഇൻഹിതാത്തിൽ മുസ്ലിമീൻ എന്ന. അതിന്റെ മലയാള പരിഭാഷയുണ്ട്, നിങ്ങളൊന്ന് വായിച്ചിരിക്കേണ്ടതാണ്. ആ ഹെഡിങ് എത്ര ആകർഷകമാണ്! മുസ്ലിങ്ങളുടെ അധപ്പതനം കൊണ്ട് ലോകത്തിന് എന്ത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പിന്നോട്ട് പോയത് കൊണ്ട് നഷ്ടപ്പെട്ടതാരൊക്കെ ലോകത്തിനാണെന്ന. അത്രയേറെ ചിന്തിപ്പിക്കാൻ കഴിവുള്ള ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. ആ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തെ നേരിട്ടൊക്കെ അറിയാൻ പറ്റിയ ഒരാളെന്ന നിലയിൽ ഈ ഗ്ലോബലൈസേഷൻ, ഈ അടുത്താണല്ലോ ഈ ആഗോളവൽക്കരണം എന്ന പ്രയോഗങ്ങൾ നമ്മിലേക്ക് കടന്നു വരാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണത്തിന് എന്താണ് അറബിയിൽ പ്രയോഗിക്കുക എന്നുള്ളത് ചർച്ചയായി. അതുവരെ അങ്ങനെ ഒരു പദപ്രയോഗം നടന്നിട്ടില്ല ലോകത്ത്. അങ്ങനെ അത് ഇദ്ദേഹമാണ് ആഗോളവൽക്കരണം അൽ ഔലമ, ആലം എന്ന അറബി പദത്തിൽ നിന്ന് രൂപീകരിച്ചെടുത്ത ഔലമ എന്ന വാക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള സംഭാവന. നിങ്ങൾക്ക് ലോകത്ത് ഒരു പദം തന്നെ സംഭാവന ചെയ്യുന്നതിൽ ഇന്ത്യൻ പണ്ഡിതന്മാർ കാണിച്ച താല്പര്യം അങ്ങനെ ഒരുപാടുണ്ട്. അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം തന്നെ അറബ് രാജ്യത്ത് പ്രസിദ്ധമാണ്. അത് നമ്മൾ കേരളത്തെക്കുറിച്ചും കേരളത്തിലെ അറബി ഭാഷയുടെ സാധ്യതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുമായി നല്ല ബന്ധം കേരളത്തിലേക്ക് വന്നാൽ, നിങ്ങൾ കേരളത്തിൽ ആലോചിച്ച് നോക്കൂ, അറബി മലയാളം എന്നൊരു ലിപി തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോ കുറെയൊക്കെ അത് പിന്നിലാണ് എന്ന് പറഞ്ഞാൽ ലിപി അറബിയിലും വായിക്കുന്നത് മലയാളത്തിലും. അതെന്തിനാ? അത് ഒരു മതം പഠിക്കാൻ വേണ്ടി അന്നത്തെ പണ്ഡിതന്മാർ ഒരു ഭാഷ ഉണ്ടാക്കിയാണ് അറബി മലയാളം എന്ന് പറയുന്നത്. അത് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അത് വലിയ സാധ്യതയൊന്നും ഇല്ലെങ്കിലും ശരി, അക്കാലത്ത് മതം പഠിക്കുന്നത് ആവശ്യമായത് വന്നതുകൊണ്ട്
ആളുകൾ ഒരു ഭാഷ പോലും ഉണ്ടാക്കിയതാണ്. തീർന്നില്ല, ഈ കേരളത്തിലാണ് അറബി ഭാഷയുടെ നിലനിൽപ്പിനു വേണ്ടി 3 ചെറുപ്പക്കാരൻ ജീവൻ കൊടുത്ത രാജ്യം കേരളമാണ്. 1980 ഒരു ഭാഷാ സമരം കേരളത്തിൽ നടത്തിയിരുന്നു. മലപ്പുറത്ത് ഭാഷയ്ക്കെതിരെയുള്ള അന്നത്തെ ഗവൺമെന്റിന്റെ നിലപാടിനെ പ്രതിഷേധിച്ച് ഒരു സമരം നടത്തിയിരുന്നു. ആ സമരത്തിലേക്ക് പ്രകോപനപരമായി പോലീസ് നേരിടുകയും വെടിവെപ്പ് നടത്തുകയും അന്ന് ആ സമരത്തിൽ പങ്കെടുത്ത 3 ആളുകൾ ചെറുപ്പക്കാർ രക്തസാക്ഷികളായി. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഭാഷ നിലനിൽക്കണം, അറബി ഭാഷയുടെ നിലനിൽപ്പിനു വേണ്ടി ജീവൻ കൊടുത്ത ഒരു ചരിത്രമുള്ളത് എനിക്ക് തോന്നുന്നു ലോകത്ത് അങ്ങനെ ഒരു ചരിത്രമുള്ളത് കേരളത്തിലാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഇതൊക്കെ അറബി ഭാഷയുമായുള്ള ബന്ധമാണ്. കേരളത്തിലെ ഒരു വലിയ പണ്ഡിതനുണ്ട്, KP മുഹമ്മദ് മൗലവി റഹിമഹുല്ല എന്ന അദ്ദേഹത്തിന്റെ കാലത്ത് 1996 അദ്ദേഹം മരണപ്പെടുന്നത്. അതിന് മുമ്പ് സൗദി അറേബ്യ ചെന്നപ്പോൾ അദ്ദേഹം അറബ് പത്രങ്ങൾക്ക് ഒരു അഭിമുഖം കൊടുത്തിരുന്നു. ആ അഭിമുഖത്തില് പിറ്റേ ദിവസം അഭിമുഖത്തിന് വന്ന ഹെഡിങ് എന്താ പറയുക, അറബി സാഹിത്യത്തിൽ സംസാരിക്കുന്ന അനറബിയായ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടെന്നാണ്. ആലോചിച്ച് നോക്കൂ, ആ ഹെഡിങ് തന്നെ എങ്ങനെയാണ്? അറബി സാഹിത്യത്തിൽ സംസാരിക്കുന്ന അനറബിയായ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട് എന്നാണ് അതിന്റെ ഹെഡിങ് പോലും. അറബികളെ പോലും വിസ്മയിപ്പിക്കുന്ന രൂപത്തിലും അറബി സാഹിത്യം അതിന്റെ ഗ്രാമറ്റിക്കലായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അത്രയേറെ അറബി സംസാരിക്കുവാനും എഴുതുവാനും കഴിയുന്ന പണ്ഡിതന്മാർ സംഭാവന ചെയ്ത നാടാണ് നമ്മുടെ കേരളം. അപ്പൊ അറബി ഭാഷയ്ക്ക് ഒരുപാട് സംഭാവന കൊടുത്ത ഒരു സംസ്ഥാനവും സ്ഥലവും കൂടിയാണ് കേരളം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. മാത്രവുമല്ല, ഇപ്പൊ നമ്മൾ കേരളത്തിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ കുറെ പദങ്ങളൊക്കെ എടുത്തു നോക്കി അതൊക്കെ അറബിയാണ്. ഇപ്പൊ നമുക്ക് അറിയാവുന്ന പദം തഹസിൽദാർ, അത് തഹസലദാർ എന്നാണ്. ആ പദം അറബിയാണ്. അതുപോലെ തന്നെ മുൻസിഫ്, നമ്മൾ മുൻസിഫ് കോർട്ട് എന്ന് പറയുന്ന മുൻസിഫ്, അത് അറബിയാണ്. നമ്മൾ മൈതാൻ എന്ന് പറയും, അത് മൈതാൻ എന്ന അറബിയാണ്. അങ്ങനെ നോക്കിയാൽ ഹാജറായി, അത് ഹാദിർ എന്ന അറബിയാണ്. ബാക്കിയായി, ബാക്കി അത് അറബിയാണ്. അങ്ങനെ വക്കാലത്ത് കൊടുക്കുക, വക്കാലത്ത് അറബിയാണ്. വക്കീല്, ഏൽപ്പിക്കുന്ന ആൾ, അത് അറബിയാണ്. അങ്ങനെ എടുത്തു നോക്കിയാൽ അറബി പദങ്ങൾ അത് അറബിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ? അത് നമ്മുടെ നാട്ടിൽ നിരുപാധികം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ അറബി പദങ്ങൾ പോലും സുലഭമാണ് നമ്മുടെ നാട്ടിലെ പ്രയോഗങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചത്. പക്ഷെ നമുക്ക് മതപരമായ ഒരു ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ബന്ധമുണ്ട് അറബി ഭാഷയുമായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ആത്മീയ ബന്ധം ഈ ഭാഷയോട്. ഒന്ന്, നമ്മുടെ ദീൻ എന്നുള്ളത് അത് അറബി ഭാഷയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മുടെ ദീനിന്റെ 2 സോഴ്സുകൾ, ഒന്ന് ഖുർആനും ഒന്ന് സുന്നത്തുമാണല്ലോ. ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ എന്ന, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നാം ഖുർആൻ അറബി ഭാഷയിൽ ഇറക്കിയതാണ്. അപ്പൊ അവസാനത്തെ വേദഗ്രന്ഥം അള്ളാഹു തെരഞ്ഞെടുത്ത ഭാഷ ഏതാണ്? അത് അറബി ഭാഷയാണ്. അത് ആർക്കാ കൊടുത്തത്? അറബിയായ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, ഏറ്റവും സ്പഷ്ടമായ അറബി ശൈലിയിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബി ഭാഷ വേറെയാണ്, അറബികൾ സംസാരിച്ചത് വേറെയാണ്. അത് ഞാൻ പറയാൻ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അറബി ഭാഷയ്ക്ക് ഭാഷയുടേതായ നിയമങ്ങളുണ്ടാവും, സംസാരത്തിലോ ചിലപ്പോൾ ആ നിയമങ്ങളൊന്നും പാലിച്ചോണമെന്നില്ല. പക്ഷെ ഖുർആൻ എന്താ ചെയ്തത്? അന്ന് ഏറ്റവും പ്യുവറായ നല്ല സ്ഫുടമായ അറബി സംസാരിച്ചു കൊണ്ടിരുന്ന അറബികൾ, ഖുറൈശികളിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തത്. അപ്പൊ അറബികൾ സംസാരിച്ച പ്രയോഗങ്ങളാണ് അറബി ഭാഷയിൽ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കുമ്പോ അലിഫ് ലാം മീം എന്ന് നമ്മൾ ഓതുമ്പോൾ യഥാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പാരായണം ചെയ്ത് കൊടുത്തത് അള്ളാഹു ആണല്ലോ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമ്മൾ അറബിയിൽ വായിക്കുമ്പോൾ ആ വാചകങ്ങൾ, പദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ നാവിലൂടെ വന്നതാണ്. അത് നമ്മുടെ നാവിലൂടെ നമ്മൾ ഏറ്റുപറയുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ആത്മീയമായ ബന്ധം ഈ അറബി ഭാഷയുമായി ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ആയത്തിന്റെ ഘടന മനസ്സിലാക്കൂ. എന്തുകൊണ്ടാണ് അറബിയിലാക്കിയെന്ന്? ലഅല്ലഹും തഅഖിലൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടി. നാം ഇതിന് മുഫസ്സിറുകൾ പറഞ്ഞത് പഠിക്കുവാനും ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനും ഏറ്റവും എളുപ്പം അറബി ഭാഷയാണ്. അതുകൊണ്ടാണ് അറബി സെലക്ട് ചെയ്തത്. ജനങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ.
അറബി ഭാഷയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. വലിയ ആശയങ്ങൾ ചെറിയ ചെറിയ പദങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രയോഗിക്കുവാനുള്ള കഴിവ് അറബി ഭാഷയ്ക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, അറബി ഭാഷയുടെ ഒരു വ്യാപ്തി. ഇപ്പൊ എഴുതുക നമ്മൾ റൈറ്റ് എന്ന് പറയും, ബുക്കിന് പുസ്തകത്തെ ബുക്ക് എന്ന് പറയും, ഡെസ്കിനെ നമ്മൾ ഡെസ്ക് എന്ന് പറയും. ഇത് മൂന്ന് തരം ഇംഗ്ലീഷ് വാക്കാണല്ലോ. പക്ഷെ അറബി ഭാഷയിലെ ഒറ്റ പദ, കെത്തബ എഴുതി, കിതാബ് പുസ്തകം, മക്തബ് ഡെസ്ക്. അപ്പോൾ ഒരൊറ്റ വാക്ക് പഠിച്ചാൽ അതിൽ നിന്ന് നിഷ്പന്നമായി വരുന്നതാണ് അറബിയിലുള്ളത്. അതുകൊണ്ടാണ് അറബി ഏറ്റവും എളുപ്പം. ഖുർആൻ എന്താ പറഞ്ഞു നോക്കും, നബിയെ ഈ ഭാഷയിൽ അവതരിപ്പിക്ക വഴി നിനക്ക് നാം എളുപ്പമാക്കിയിരിക്കുന്നതാണ്, ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടി. അപ്പൊ അറബി ഭാഷയിൽ ഖുർആൻ ഇറക്കിയ ഒരു ലക്ഷ്യം എന്താണെന്നറിയോ? ഇത് പഠിക്കുവാനും മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം അറബി ഭാഷയിലായതുകൊണ്ടാണ്. മറ്റ് ഭാഷകൾ അപ്പൊ മലയാളത്തിലെ പല അക്ഷരങ്ങളും മലയാളികളായ ആളുകൾക്ക് പോലും ശരിക്കും ഉച്ചരിക്കാൻ കഴിയാറില്ല മലയാളത്തിൽ. പക്ഷെ അറബിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അറബി ഒരക്ഷരം നമ്മൾ മഹ്റജ്, അത് ഉച്ചരിക്കുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഹ്റജ് പെട്ടെന്ന് ഉച്ചരിക്കാൻ കഴിയുന്നതാണ്. ആ മഹ്റജ് അങ്ങനെ തന്നെ ഉച്ചരിച്ചാൽ അല്ല അറബിയുടെ അർത്ഥം മാറിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഹർക്കത്തിട്ട് വായിക്കണു എന്നൊക്കെ പറയാൻ കാരണം വെച്ചാൽ അത്രയും കൃത്യമാണ് അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം. വലിയ ആശയങ്ങൾ ചെറിയ പദങ്ങളിൽ ഉൾക്കൊണ്ടിച്ചുകൊണ്ട് പറയാനുള്ള കഴിവ് അറബി ഭാഷയ്ക്കാണ്. അതുകൊണ്ടാണ് ഖുർആന്റെ ഭാഷയാണ് അറബി, നമ്മുടെ ആത്മീയ ഭാഷയാണ് അറബി. അതുകൊണ്ട് അറബിയുമായുള്ള ബന്ധവും അത് പഠിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മതപരമായൊരു ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ അന്നത്തെ അറബ് സാഹിത്യത്തിലെ ഏറ്റവും കുലപതി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു പണ്ഡിതനുണ്ട്, വലീദ് ഇബ്നു മുഗീറ. അദ്ദേഹമാണ് അറബ് സാഹിത്യത്തിലെ വലിയ പണ്ഡിതൻ. അപ്പൊ ഈ ഖുർആൻ ഇറങ്ങിയപ്പോൾ അന്ന് മക്കാ മുശ്രിക്കുകൾ വലീദ് ഇബ്നു മുഗീറയെ സമീപിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പോയി അത് കേക്ക്, എന്നിട്ട് അതിനോട് കിടപിടിക്കുക, അതിനെ പരാജയപ്പെടുത്താൻ പറ്റി എന്തൊന്ന് എഴുതി ഉണ്ടാക്കാൻ നമുക്ക് എന്ന് പറഞ്ഞു. ഈ വലീദ് ഇബ്നു മുഗീറ എന്ന അറബ് സാഹിത്യത്തിലെ കുലപതിയായ ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ഇദ്ദേഹം പല ശ്രമിച്ച അവസാനം ഒരു ദിവസം ഒളിഞ്ഞു പോയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്നത് കേട്ടു. അറബി ഭാഷയിലുള്ള ഒരു മാസ്മരിക ശക്തി പറയാണ്. ഇദ്ദേഹം കേട്ടിട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ ഈ ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടവരൊക്കെ വളരെ ആകാംക്ഷയോടെ എന്താണ് മറുപടി എന്ന് അറിയാൻ വേണ്ടി ഈ വലീദ് ഇബ്നു മുഗീറ വന്നിട്ട് പറഞ്ഞ സംഗതി എന്താണോ, ഇന്ന ലഹു ലഹലാവ, ആ ഭാഷയ്ക്കും ആ ഖുർആനും വളരെ ഒരു മാസ്മരികമായ ഒരു കഴിവുണ്ട് കേട്ടോ. ഇന്ന അലൈഹി ലതലാവ, അതിന് എത്ര മാധുര്യമാണ്. അഗ്ലാഉം മുദികുൻ, അത് അതിൻ്റെ മുകൾ ഭാഗങ്ങളൊക്കെ ഫലപുഷ്ടമാണ്, അതൊക്കെ വേരൂന്നി നിൽക്കുന്ന ഒരു വലിയ വടവൃഷ്ടമാണെന്നാണ്. ഇത് അറബി ഭാഷയിലുള്ള ഖുർആനെ കേട്ടിട്ട് എതിർക്കാൻ വന്നൊരു മനുഷ്യൻ പറയാണ്, ആ ഖുർആനിനെയും ആ ഭാഷയെയും അതിജയിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ്. പിന്നെ തത്തുല്യമായത് പലതും അവർ കൊണ്ടുവന്നു, പല സൂറത്തൊക്കെ ഉണ്ടാക്കി നോക്കി ഖുർആന്റെ മുമ്പിൽ, അതൊന്നും നിലനിൽപ്പില്ല. എന്താ കാരണം നോക്കൂ, ഖുർആൻ അന്ന് വെല്ലുവിളിച്ചല്ലോ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതുപോലെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതാണ് ഖുർആന്റെ പ്രത്യേകത. അത് അന്ന് അവസാനിച്ച ഇന്നും വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി നിങ്ങൾക്ക് കൊണ്ടുവരാം. ആർക്ക് വേണം, അറബ് സാഹിത്യത്തിലെ കഴിവുള്ള ആർക്ക് വേണമെങ്കിലും ഇത് കൊണ്ടുവരാം. പക്ഷെ ഖുർആൻ പറഞ്ഞു നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തില്ല. അതാണ് ഖുർആന്റെ അമാനുഷികത. ആ മാനുഷികത അത് ആ ഭാഷയ്ക്കുണ്ട് അമാനുഷികത. മാത്രമല്ല അറബി ഭാഷയ്ക്കാണ് ഒരു സുരക്ഷിതത്വമുള്ളൂ. അതെങ്ങനെയാ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈ ഖുർആനിനെ നാം തന്നെ സംരക്ഷിക്കും. മറ്റു വേദഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ഖുർആനിന്റെ സുരക്ഷിതത്വം സംരക്ഷണം അള്ളാഹു സ്വയം ഏറ്റെടുത്ത. മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ ആ സമൂഹത്തെ ജനതയെ ഏൽപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ അവർ തിരിമറി നടത്തിയത്. ഖുർആനിൽ അത് നടക്കൂല. കാരണം ഖുർആന്റെ സംരക്ഷണം അന്ന് സ്വന്തം ഏറ്റെടുത്ത, ഞാൻ തന്നെ ഇതിനെ സംരക്ഷിക്കുന്ന. അപ്പൊ ഖുർആനെ സംരക്ഷിക്കുന്നതിന് ആ കോപ്പിയല്ലല്ലോ, നേരെ ഖുർആൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആ ഭാഷയും സംരക്ഷിക്കപ്പെടണം. അപ്പൊ അറബി ഭാഷയുടെ സംരക്ഷണവും ആരേറ്റെടുത്തതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തത്. അത്രയും ഒരു ആത്മീയ ബന്ധം അറബി ഭാഷയുമായി നമുക്കുണ്ട് എന്നർത്ഥം. അപ്പൊ ഞാൻ സാന്ദർഭികമായി കാര്യം സൂചിപ്പിക്കാൻ കാരണം നമ്മൾ അറബി പഠിക്കാൻ അത് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നമുക്ക് തോന്നലാണ്. ഒന്ന് ശ്രമിച്ചാൽ അത് ആഴത്തിലൊന്നും നമ്മൾ പഠിച്ചില്ലെങ്കിലും ശരിയും ഖുർആൻ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്ന പദപ്രയോഗങ്ങളും ഖുർആന്റെ കൃത്യമായി ഓതാൻ. ഈ അപകടം എന്താണെന്നറിയോ?
ഒരിക്കൽ ഒരാൾ എന്നോട് 2 പ്രാവശ്യം ഖുർആൻ ഖത്തം തീർത്തു എന്നും പറഞ്ഞു. അപ്പൊ അയാളുടെ പ്രകൃതം അനുസരിച്ച് ഞാൻ ചോദിച്ചു, അത് അങ്ങനെ പെട്ടെന്ന് നടക്കൂല്ലോ, റമദാനിൽ 2 പ്രാവശ്യം എങ്ങനെ തോന്നും? അപ്പൊ അദ്ദേഹം ഓതുന്ന ഖുർആൻ ഒരിക്കൽ ഞാൻ എന്നെ കാണിച്ചു തന്നു. ഒരു വലിയ ഖുർആനാ ഓതുന്നത്. അപ്പൊ ഓതുന്ന ഖുർആനില്ല, അത് മലയാളത്തിലാണ്. ഏതോ ഒരാൾ ചെയ്ത വലിയ ക്രൂരത. അലിഫ് ലാം മീം അങ്ങനെ മലയാളത്തിൽ തിരിച്ചുക, ദാലിക്കൽ കിതാബു എന്ന് മലയാളത്തിൽ. അത് ഖുർആൻ അല്ലല്ലോ. അത് 10 വട്ടം ഓതിയാലും ശരി ഒരു കൂലിയും കിട്ടൂല. ഖുർആൻ അറബിയിലാണ്. അറബിയിലല്ലാത്തത് ഓതിയ കൂലി കിട്ടില്ല. ഖുർആൻ അല്ലത്. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു, സഹോദരൻ, ഇത് ഖുർആൻ അല്ലത്. നിങ്ങൾ 10 ഖത്തം തീർത്താലും ശരി നിങ്ങൾ ശിക്ഷ വാങ്ങുന്നല്ലാതെ ഇത് കൂലി കിട്ടൂല. അത് ആരും ചെയ്ത പണിയാ? അങ്ങനെ ഖുർആൻ മലയാളത്തിൽ എഴുതാൻ പാടുണ്ടോ? അപ്പൊ ആളുകൾ സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു വെച്ച സംഗതിയാണ്. അപ്പൊ അത് നമ്മളിപ്പോ ഈ മംഗ്ലീഷൊക്കെ എന്ന പോലെ അങ്ങനെ ഖുർആനൊന്നും അങ്ങനെ അറബിയൊന്നും മലയാളത്തിലേക്ക് ആക്കിയാൽ അത് ഖുർആനും അല്ല, ഹദീസാവൂല. അറബിയിൽ ടെക്സ്റ്റ് അറബി തന്നെയായിരിക്കും, അതേ കൂലിയുള്ളൂ. അതുകൊണ്ട് നമസ്കാരത്തിൽ, ഫർദ് നമസ്കാരത്തിൽ അറബി അല്ലാത്ത ഒരു ഭാഷയിൽ പ്രാർത്ഥിക്കരുതെന്ന് പോലും പണ്ഡിതന്മാരെ പറയാൻ കാരണം ആ നിസ്കാരത്തിന് അത് കോട്ടം സംഭവിക്കണം. അറബിയിലാണ് അതൊക്കെ ചെയ്യാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് ഒരു മുസ്ലിമിന് അറബിയുമായുള്ള ബന്ധം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മുടെ കഴിയുന്നത് പോലെയൊക്കെ അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനൊക്കെ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. സൂറത്തു മാഇദയിലെ 38-ാമത്തെ ആയത്ത്, വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാല മിനല്ലാഹി വല്ലാഹു അസീസുൻ ഹകീം. കട്ടവന്റെയും കട്ടവളുടെയും കൈകൾ നിങ്ങൾ മുറിക്കണം. അവർ ചെയ്തതിന്റെ ഫലമായി അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള മാതൃകാപരമായ ശിക്ഷയാണ്. വല്ലാഹു അസീസുൻ ഹകീം. അള്ളാഹു യുക്തിമാനും പ്രതാപശാലിയുമാണെന്ന ഈ ആയത്ത് ഞാൻ പറയാൻ കാരണം, ഈ ആയത്ത് സീബവൈഹി എന്ന് പറയുന്ന അറബ് ഭാഷയിലെ കഴിവുള്ള വലിയ പണ്ഡിതനുണ്ട്. അദ്ദേഹമാണ് അറബി ഗ്രാമറിന്റെ ഒക്കെ ഉപജ്ഞാത സീബവൈഹി. അദ്ദേഹം ഒരിക്കൽ നിസ്കാരത്തിലെ ഈ സൂറത്ത് ഓതിയപ്പോൾ ഈ വല്ലാഹു അസീസുൻ ഹക്കീം എന്ന് പകരമായി വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് അറിയാതെ ഓതിപ്പിക്കും. മനുഷ്യരാണല്ലോ. അത് പുറകിൽ നിന്ന് ഒരാളെ തിരുത്തി കൊടുത്തു, അസീസുൻ ഹക്കീം എന്ന് ഓതി കൊടുത്തു. നിസ്കാരം കഴിഞ്ഞ ആൾക്കാർക്ക് അത്ഭുതം. കാരണം ഇദ്ദേഹത്തിന് തിരുത്തി കൊടുത്തു. അത് ആരോഗ്യം സാധാരണ മനുഷ്യൻ, അയാളൊരു പണ്ഡിതനല്ല. ഇമാം എന്നത് സീബവൈഹി എന്ന് പറയുന്ന വലിയ പണ്ഡിതനാണ്. അപ്പൊ ആൾക്കാർ സീബവൈഹി ഇദ്ദേഹം സമയം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായും അവിടെ ഗഫൂർ റഹീം എന്നല്ല അസീസുൻ ഹക്കീം എന്നാണ് എങ്ങനെ മനസ്സിലായി ചോദിക്കും. അപ്പൊ ഇദ്ദേഹം പറയും, എനിക്കത് കാണാപ്പാടൊന്നുമല്ല, പക്ഷെ അവിടുത്തെ പ്രയോഗം ഞാൻ ശ്രദ്ധിച്ചു. അള്ളാഹു കട്ടവന്റെയും കട്ടവളുടെ കൈ മുറിക്കണം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണെന്ന് ഒരിക്കലും പ്രയോഗിക്കൂല. അങ്ങനെയാണെങ്കിൽ ആ കൈ മുറിക്കാൻ പറയില്ലല്ലോ. പൊറുക്കുന്നവനാണ് എന്ന ആ ആയത്തിന് ശേഷം ഗഫൂർ റഹീം പോലും, കാരണം അങ്ങനെ ചെയ്തെങ്കിൽ അള്ളാഹ് പറയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി അസീസുൻ ഹക്കീം, അള്ളാഹു യുക്തിമാനാണ്, പ്രതാപശാലിയാണ്. അസ്സ വഹക്കമ, അള്ളാഹു പ്രതാപം ചെയ്തു, ആ നീതി നടപ്പിലാക്കി. അതുകൊണ്ട് അദ്ദേഹം പറയും, എനിക്ക് അതാകാനാ സാധ്യത എനിക്ക് തോന്നിയത് അതായിരുന്നു. നോക്കൂ, അതാണ് അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധമുള്ളവർക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഖുർആൻ തെറ്റുമ്പോഴൊക്കെ നമുക്ക് ഭാഷാ പ്രയോഗങ്ങൾ അനുസരിച്ച് പെട്ടെന്ന് ബൈ ഹാർട്ട് ഇല്ലെങ്കിലും ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയും അത് തെറ്റാ. കാരണം നിയമപ്രകാരം അങ്ങനെ അല്ലാതെ അറിയാൻ കഴിയുന്നർത്ഥം. അത്രയും അത്ഭുതകരമായ മാസ്മരികമായ കഴിവുള്ള ഒരു ഭാഷയാണ് നമ്മുടെ ഭാഷയും നമ്മുടെ വേദഗ്രന്ഥവും നമ്മുടെ ദീനൊക്കെ നമ്മൾ മനസ്സിലാക്കിയും അതിൻ്റെ മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കുവാനും ആളുകളെ പ്രചരിപ്പിക്കുവാനും പഠിക്കുവാനൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഇത് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായി ആശുപത്രിയിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്ന സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് മരണപ്പെട്ട സഹോദരി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടാണ് കുടുംബങ്ങൾ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.
اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم احينا للكتاب والسنه وامتنا مع الايمان والتوبه ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا